തരൂരിന്റെ അഭിപ്രായ പ്രകടനങ്ങൾക്ക് പിന്നിലുള്ള രാഷ്ട്രീയം എന്താണെന്ന് ഹൈക്കമാൻഡിന് കൃത്യമായി അറിയാം. ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും പാർട്ടി തന്നോട് കാണിക്കുന്ന തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ചാണ് തരൂരിന്റെ ഇത്തരം പരാമർശങ്ങൾ എന്ന വാദവും ഒരു കോണിലുണ്ട്. BJP സർക്കാരിനെയും ഇടത് സർക്കാരിനെയും ഒരുപോലെ പ്രശംസിക്കുന്ന തരൂർ താൻ ഇവിടെയുണ്ടെന്ന് കൂടിയാണ് കോൺഗ്രസ് നേതൃത്വത്തോട് പറഞ്ഞു വെക്കുന്നത്. ഒരവസരം കൊടുത്താൽ തരൂർ അങ്ങ് കയറി വളർന്നേക്കുമെന്നും തങ്ങൾ കളത്തിന് പുറത്താവുമെന്നുമുള്ള പേടി കോൺഗ്രസ് നേതൃത്വത്തിലെ പലർക്കുമുണ്ടെന്നും ആക്ഷേപമുണ്ട്. പാർലമെന്റിൽ ഒരു പ്രധാന ചർച്ചയിലും പങ്കെടുക്കാൻ പാർട്ടി തരൂരിനെ നിയോഗിക്കുന്നില്ല. പ്രൊഫഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം തരൂരാണ് രൂപകൽപ്പന ചെയ്തത്. കഴിവുള്ള നിരവധി ചെറുപ്പക്കാരായ പ്രൊഫഷണലുകൾ ഇതിലൂടെയാണ് കോൺഗ്രസിൽ വളർന്നത്. എന്നാൽ കഴിഞ്ഞ വർഷം പ്രൊഫഷണൽ കോൺഗ്രസിന്റെ ചുമതലയിൽ നിന്ന് തരൂരിനെ നീക്കി. പാർലമെന്റിലും അഖിലേന്ത്യാ തലത്തിലും റോൾ കൊടുത്താൽ തരൂർ ഹൈക്കമാൻഡിനെ മറികടന്ന് വളരുമോ എന്ന പേടിയാണ് ഈ നീക്കങ്ങൾക്ക് പിന്നിലെന്ന് ആരോപണമുണ്ട്. എന്തായാലും പ്രവർത്തക സമിതി അംഗം എന്നതിനപ്പുറം കോൺഗ്രസിനുള്ളിൽ തന്റെ റോൾ എന്താണെന്നതിന് തരൂരിന് വ്യക്തമായൊരു ഉത്തരം കിട്ടേണ്ടിയിരിക്കുന്നു.